ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികളെ സഭാവ്യത്യാസങ്ങൾക്ക് അതീതമായി അഭിസംബോധന ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിൽ നാളിതുവരെ ഞാൻ വഹിച്ചുകൊണ്ട് നടന്ന ഭാരമേറിയ ചില ചിന്തകൾ, ആകുലതകൾ വെളിപ്പെടുത്തുകയും അവരുമായി പങ്കിടുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കേരളം അതിപുരാതനമായ ഒരു ക്രിസ്തീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ വസിക്കുന്ന ക്രിസ്ത്യാനികൾ തോമസ് ലീഹായിൽ നിന്ന് പ്രാപിച്ച ഈ സുവിശേഷത്തെ വിലമതിക്കുന്നവരാണ് എന്നും അവർ വേര് ആഴത്തിൽ പതിപ്പിച്ച ക്രിസ്ത്യാനികളാണ് എന്നും ചിന്തിക്കപ്പെടുന്നു. ഇന്ത്യയിലാകമാനം അങ്ങനെ ധരിക്കപ്പെടുന്നു. നമുക്കും അതിൽ അഭിമാനമുണ്ട്. എന്നാൽ ഈ ഒരു മേഖലയിൽ നാം വേണ്ടതുപോലെ തിരിച്ചറിവ് പ്രാപിച്ചിട്ടുണ്ടോ, നാം ചിന്തിക്കുന്നുണ്ടോ, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നാം പരുങ്ങലിൻ്റെ അവസ്ഥയിലേക്കായി പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത അവസ്ഥയിൽ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നാം ഓർത്തിരിക്കേണ്ട മിനിമമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഞാനിത് കഴിയുന്നത്രയും ഹ്രസ്വമാക്കാൻ ശ്രമിക്കാം. പക്ഷേ അല്പം നീണ്ടുപോയാൽ നിങ്ങൾ പരിഭവപ്പെടരുത്. അല്പം ക്ഷമ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കെന്തെങ്കിലും സംഗതികൾ വാസ്തവികതയിൽ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇതിൻ്റെ ആമുഖമായി ഞാൻ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഉചിതമെന്ന് വിചാരിക്കുകയാണ്. കാരണം അത് കുറച്ചുകൂടെ സ്പഷ്ടത പ്രാപിക്കാൻ നമ്മെ സഹായിക്കുമെന്നതുകൊണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യഹൂദ പ്രമാണിയായ നിക്കോദീമോസ് രാത്രിയിൽ യേശുവിനെ കാണുവാൻ വന്ന ആ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു അവനോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. അപ്പോൾ വീണ്ടും ജനിക്കുക എന്നൊരാശയം ഒരു മത പ്രമാണിയോടാണ് യേശു അവതരിപ്പിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ വേണ്ടതുപോലെ പതിച്ച് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ മതത്തിൻ്റെ മേഖലയിൽ കാതലായ പ്രശ്നങ്ങളുണ്ട്, അത് നീ മനസ്സിലാക്കണം എന്ന ഒരു ധ്വനി നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ അതാരും എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലെ ഉള്ളടക്കത്തിൽ കൂടെ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി നമുക്ക് മിനിമമായിട്ടുള്ള ഒരു ബോധം, ഒരു അവെയർനെസ്, തൊണ്ടയ്ക്ക് അല്പം പ്രശ്നം, ക്രോണിക് പ്രോബ്ലംസ്, അത് ഇന്നും ഇന്നലെ ഉള്ളതല്ല. നിങ്ങൾ അത് ദയവായി ചിലർ അതിനെപ്പറ്റി വളരെ വിമർശനാത്മകമായി ഇതിനെ കളിയാക്കി താനങ്ങനെ മലം പോകാനിരിക്കുന്നവരെ പോലെ മുക്കുകയും ഇറങ്ങുകയും മൂളുകയും ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സഹൃദരായ ആളുകളുണ്ട്. ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ വയസ്സനാണ്, എനിക്ക് എൻ്റെ തൊണ്ടയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. എന്നാലും അതൊരു ഒഴികഴിവായി കാണാതെ ഒരു ശകലം ജീവനിലുണ്ടെങ്കിൽ അതുകൊണ്ട് എത്രമാത്രം ഒരു ദൗത്യം നിർവഹിക്കാമോ അതിന് ഞാൻ അന്ത്യശ്വാസം വരെ നിലകൊള്ളും. അതാണ് എൻ്റെ അച്ചടക്കം. അതിൽ വരുന്ന പോരായ്മകൾ നിങ്ങൾ ദയവായി ക്ഷമിക്കണം, സഹകരിക്കണം. ഇപ്പം നിക്കോദീമോസിനോടുള്ള ഈ സംവാദം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ യേശു അവനോട് പറയുന്നത് ഇപ്രകാരമാണ്. യേശു അധികം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളല്ല, എന്നെപ്പോലെയല്ല, നമ്മളെപ്പോലെയല്ല, നമുക്കറിയാം. നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ, നിക്കോദീമോസേ, നീ ഒരു സഭാ സംവിധാനത്തിൻ്റെ നേതാവാണ്, നീ ഇന്നതിനെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ അത് സംഘടിപ്പിച്ചിരിക്കുന്നതിൽ രൂപീകരിച്ചിരിക്കുന്നതിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് നിക്കോദീമോസേ, നീ അത് തിരിച്ചറിയണം എന്ന ആശയമുണ്ട്. പക്ഷേ അത് പരിപൂർണമായി ഒളിച്ച് മറച്ചു വച്ചിരിക്കുകയാണ്. കാരണം അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും എന്നതുകൊണ്ട് തന്നെ. ഏതായാലും നമുക്ക് ഈ ഒരു വിഷയം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ പ്രശ്നം? ഒരു
മതചിന്തകന്മാരിൽ അഗ്രഗണ്യരായ 5 പേരുടെ പേര് ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു പേരാണ് മാക്സ് വെയ്ബറിൻ്റേത്, സോഷ്യോളജി ഓഫ് റിലിജിയൻ. അദ്ദേഹം പറയുന്നൊരു കാര്യം അത് വളരെ ശരിയാണ്. ഒരു ആത്മീയമായ ദർശനം, എ സ്പിരിച്വൽ വിഷൻ, അത് ഉപയോഗിക്കുന്ന വാക്ക് എ സ്പിരിച്വൽ ഫെർമെൻറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാനവിടെ സ്പിരിച്വൽ വിഷൻ എന്ന വാക്ക് ഉപയോഗിക്കാം. അത് ഒരു മതമായി രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് കാര്യമായ കോട്ടം സംഭവിക്കുക അനിവാര്യമാണ്. ഇറ്റ്സ് ഇനെവിറ്റബിൾ ദാറ്റ് എ സ്പിരിച്വൽ വിഷൻ ഈസ് ഡിസ്റ്റോർട്ടഡ് in the process of its being organized into an established legalistic religion. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ ഗാംഭീര്യം ജനം മനസ്സിലാക്കണം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസസിൽ നടക്കുന്ന, അതിരൂപതയിൽ നടക്കുന്ന ഈ വലിയ ധർമ്മയുദ്ധം, ഇതിൻ്റെയൊക്കെയും അടിസ്ഥാനം ഞാൻ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധ വെച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ ഏവരും സന്നദ്ധത കാണിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മതം ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ സ്റ്റേറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെയാണ് സംഘടിതമായ മതം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റേറ്റിനുള്ള അധികാരം പോലെ സഭയ്ക്കും അധികാരമുണ്ട്. സ്റ്റേറ്റിനൊരു ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, സഭയ്ക്ക് സിനഡുണ്ട്. അപ്പോൾ ഇത് സമാന്തരമായ പ്രതിഭാസങ്ങളാണ്, യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളെ ഒരു കോൺട്രാക്റ്റിന് അധീനമാക്കി, ദ ബിലീവേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു എ കോൺട്രാക്റ്റ്. എന്താണ് ആ കോൺട്രാക്റ്റ്? അവരുടെ സമ്മതം എന്താണ്? അവരെന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഈ സഭയുടെ നിയമങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ പാരമ്പര്യങ്ങളും അതിൻ്റെ ഭരണപരമായ ചട്ടക്കൂടും എല്ലാം ഞാൻ അതുപോലെ അനുസരിച്ച് കൊള്ളാം. അത് സ്വീകരിക്കാം, അനുസരിക്കാം, ആ നിർദ്ദേശമനുസരിച്ച് ഞാൻ നിന്നുകൊള്ളാം എന്ന പ്രത്യക്ഷമോ പരോക്ഷമോ പ്രഖ്യാപിതമോ നിശബ്ദവുമായ ഒരു സമ്മതം, എഗ്രിമെൻറ്റ് ഇല്ലാതെ ആർക്കും ഒരു സംഘടിതമായ മതത്തിൻ്റെ അംഗമായി തീരുവാൻ സാധ്യമല്ല. എന്നാൽ യേശു അങ്ങനെ ഒരു മതം സൃഷ്ടിച്ചില്ല എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്ന് മാത്രവുമല്ല, യേശുവിൻ്റെ മരണശേഷവും അനേക ദശകങ്ങൾ ഇപ്രകാരമുള്ളൊരു മത സംവിധാനമില്ലായിരുന്നു. അന്ന് ഉണ്ടായിരുന്നത് ഇൻഫോർമൽ ഫെലോഷിപ്സ് ആയിരുന്നു. അവിടെ പുരോഹിതന്മാർ ഉണ്ടായിരുന്നില്ല, അവിടെ മൂപ്പന്മാർ മാത്രമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു നിയമപരമായ അഥവാ ലീഗലിസ്റ്റിക് ഓബ്ലിഗേഷൻസ് ഇല്ലായിരുന്നു, കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ് ഇല്ലായിരുന്നു. എന്താണ് കോൺട്രാക്ച്വൽ ലീഗൽ ഓബ്ലിഗേഷൻ? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ്, ആ ഒരു രീതിയാണ് ഈ ലീഗലിസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. നാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിൽ കൂടെ നാം എന്താണ് ചെയ്യുന്നത്? നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ വ്യക്തികൾ എന്ന നിലയിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിൽ, ഒരു സംവിധാനത്തിൻ്റെ അംഗം പ്രാപിക്കുന്നതിനായിട്ടുള്ള കോൺട്രാക്റ്റിൽ പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് വളരെ വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ കോൺട്രാക്റ്റ് ഒന്നും എഴുതി കൊടുത്തില്ല, പക്ഷേ നമ്മുടെ ബാപ്റ്റിസം ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. നമ്മളോട് ആരും പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. നമുക്കറിയാം, ബാപ്റ്റിസത്തെ, അതായത് സ്നാനത്തെ സഭ ഉപയോഗിക്കുന്നത് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇനീസിയേഷൻ റൈറ്റ്. എൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനീസിയേഷൻ, അതായത് സഭയുടെ അംഗത്വം പ്രാപിക്കാനായിട്ട് ഒരു വ്യക്തി നിശ്ചയമായും അനിവാര്യമായും കടന്നു പോകേണ്ട പ്രക്രിയയാണ് ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അത് ലീഗലിസ്റ്റിക്കാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലം വരെ ഒരു വ്യക്തിയുടെ പ്രായം തീരുമാനിച്ചിരുന്നത് അവൻ്റെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ആശ്രയിച്ചിട്ടാണ്. അതിന് നിയമപരമായ വിലയുണ്ടായിരുന്നു, ലീഗൽ സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലം വരെ വിവാഹത്തിന് സഭ മാത്രം നടത്തുന്ന വിവാഹത്തിന് ലീഗൽ സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രജിസ്റ്റർ കൂടെ ചെയ്തില്ലെങ്കിൽ വിവാഹത്തിന് ലീഗൽ സ്റ്റാൻഡിംഗ് ഇല്ല എന്ന ക്രമീകരണം വന്നത്. അടുത്ത കാലത്താണ്. എത്രയോ നൂറ്റാണ്ടുകളിൽ സഭ നടത്തുന്ന
വിവാഹ ചടങ്ങിന് അതിൻ്റേതായ നിയമപരമായ ആത്യന്തികമായ വിലയുണ്ടായിരുന്നു, അതിനപ്പുറത്തൊന്നും വേണ്ടായിരുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങൾക്കൂടെ നമുക്ക് മനസ്സിലാകാം, സഭ എന്ന് പറയുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതിന് നിയമപരമായ അധികാരമുണ്ട്, നിയമപരമായ വശങ്ങളുണ്ട്. നാം അതിൻ്റെ അംഗങ്ങളാകുമ്പോൾ ആ നിയമത്തെയാണ് സ്വീകരിക്കുന്നത്, വിശ്വാസത്തെ അല്ല. പ്രാഥമികമായും നാം ഒരു സഭയുടെ അംഗമായിരിക്കുമ്പോൾ, ഇത് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്, നമ്മുടെ ആരും വിശ്വാസികളുടെ സമൂഹം, അതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം. യഥാർത്ഥത്തിൽ ഉള്ള സത്യം എന്താണ്? നാം ഒരു സഭയുടെ അംഗമാകുമ്പോൾ അതിൻ്റെ നിയമപരമായ ചട്ടക്കൂടിനെയാണ് നാം പ്രാപിക്കുന്നത്. അവിടെയാണ് വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം ഒരേ വിശ്വാസമല്ലേ, ഒരേ കർത്താവ്, ഒരേ പരിശുദ്ധാത്മാവ്, ഒരേ വിശ്വാസം, ഒരേ ബാപ്റ്റിസം, ഒരേ വചനം. വ്യത്യാസം എവിടെയാണ്? ഈ ലീഗൽ സ്ട്രക്ചറിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ അതിനെ ന്യായീകരിക്കാനായിട്ട് ചില വചനമെടുത്ത് കസർത്തുവെന്നല്ലാതെ, അതും വളരെ അർത്ഥശൂന്യമായ, ചിന്തിക്കുന്നവർക്ക് ഒരു കാലത്തും സ്വീകരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള പൊട്ടത്തരങ്ങൾ വെച്ചാണ് ഈ വ്യത്യാസങ്ങളെ ന്യായീകരിച്ച് വെച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയമാണ്, ഒരു ദിവസമായിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു വലിയ വ്യത്യാസമുണ്ടാക്കി. എന്താണ്? യേശുവിൻ്റെ മാർഗം, അതിന് നിയമപരമായ യാതൊരു ധ്വനിയും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒന്നും അതിനെ ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഉരുക്കൂടിൽ വയ്ക്കുകയില്ല. എന്നാൽ യേശുവിൻ്റെ കാലശേഷം അധികം താമസിയാതെ ഇതിനെ നിയമബദ്ധിതമായ ഒരു സംവിധാനമായി മാറ്റി. അതോടുകൂടി എന്ത് സംഭവിച്ചു? വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് പരിപൂർണമായി നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇല്ലാതെയാക്കി. അതിനുശേഷം വിശ്വാസിക്കുള്ള ആകപ്പാടെയുള്ള അവകാശം എന്താണ്? വിശ്വാസത്തിൻ്റെ സംഗതികൾ ഇന്നത് എന്ന് ദൂരെ നിന്ന് ആരെങ്കിലും തീരുമാനിക്കും, അതതുപോലെ സ്വീകരിക്കും, അതനുസരിച്ച് നടന്നുകൊള്ളാമേ എന്ന് പറഞ്ഞു നിൽക്കുകയല്ലാതെ, ചരിത്രത്തിൽ 2000 വർഷത്തെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും സഭകളുടെയും ചരിത്രത്തിൽ വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളെ അവൻ്റെ മനസാക്ഷി, അറിവ്, ആത്മീകമായ ആ ഒരു എൻലൈറ്റൻമെൻ്റ് അനുസരിച്ച് മനസ്സിലാക്കുവാനോ സ്വീകരിപ്പാനോ ആചരിക്കുവാനോ അവസരമുണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അവരുടെ സ്വകാര്യമായ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടാകും. ഞാനൊരു സഭയെന്ന നിലയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായി നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടത്. അത് നിങ്ങൾ സിനഡംഗങ്ങളാണെങ്കിലും വിമതരാണെങ്കിലും അല്ല മർത്തോമാക്കാരാണെങ്കിലും യാക്കോബക്കാരാണെങ്കിലും CSIക്കാരാണെങ്കിലും പെന്തക്കോസ്തുകാരാണെങ്കിലും ആരാണെങ്കിലും ഞാൻ ഈ പറയുന്ന മർമ്മം അവർക്ക് ബാധകമാണ്. അപ്പോൾ നമുക്ക് ഒരു ആദിമസഭയുടെ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അതൊരു ഇൻഫോർമൽ ഫെലോഷിപ്പായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനൊരു ലീഗൽ അയൺ ഫ്രെയിം ഇല്ലായിരുന്നു. അത് പിൽക്കാലത്താണ്, പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിൽ അഗസ്റ്റീൻ്റെ കൺവേർഷനോടുകൂടെ ക്രിസ്ത്യാനിറ്റി ഒരു സ്റ്റേറ്റ് റിലിജ്യൻ്റെ ആ ഒരു സ്ഥാനം വന്നതിന് ശേഷമാണ് ഇപ്രകാരമുള്ള ആ വ്യത്യാസങ്ങൾ ഇതിൽ കടന്നുകൂടിയത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു അല്ലെങ്കിൽ ഒരു സഭയുടെ അംഗമാകുന്നു എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ എൻ്റെ അവകാശങ്ങളും എൻ്റെ സ്വാതന്ത്ര്യവും ഈ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് അടിയറ വെച്ചിരിക്കുന്നു. I have surrendered my freedom of conscience and my rights in religious matters to the authority of this church. ഇത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം. സഭ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയല്ല, അടിമത്തം പോലെയുള്ള അനുസരണം, അതിന് ദൈവികമായ പരിവേഷം കൊടുത്ത് അതിലേതാണ്ട് വലിയ കൊഴുക്കട്ടയുണ്ട് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ധരിപ്പിച്ച് അവരെ ഇങ്ങനെ മേയിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണിത് എന്നത് എൻ്റെ അനുഭവമാണ്. ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യമാണ്. ഇത് യേശുവിന് അറിയാമായിരുന്നൊരു സത്യമാണ്. അത് നിക്കോദീമോസുമായുള്ള സംവാദത്തിൽ പൊന്തി വരുന്നുണ്ട്. നാം അതിനെ ഗവനിച്ചാലും ഇല്ലെങ്കിലും അതുണ്ട്, അല്ല, ഇല്ല എന്ന് പറഞ്ഞാലും അതവിടെ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യും. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രിസ്ത്യാനികളില്ല. ഇപ്പോൾ മാർത്തോമാക്കാരുണ്ട്, യാക്കോബാക്കാരുണ്ട്, CSIക്കാരുണ്ട്, പിന്നെ അങ്ങനെ മറ്റും ക്രിസ്ത്യാനിയില്ല. കത്തോലിക്കനുണ്ട്, പ്രൊട്ടസ്റ്റൻ്റുണ്ട്, ക്രിസ്ത്യാനിയില്ല. അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യാനി? ഒരു മതം നിർദ്ദേശിക്കുന്ന, നിഷ്കർഷിക്കുന്ന ആ ലീഗൽ ഫ്രെയിംവർക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുന്ന, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവന് മതസ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ ഇതിനു മുൻപ് ചെയ്ത
ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ആശയങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഓബ്ലിഗേഷൻസ് മാത്രം ഉണ്ട്, റൈറ്റ്സ് ഇല്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ സഭയുടെ ഘടനയിൽ നിന്ന് നോക്കുമ്പോൾ വിശ്വാസിക്ക് കടമകളുണ്ട്, പക്ഷേ അവകാശങ്ങളില്ല. അവകാശങ്ങൾ ആർക്കാണുള്ളത്? മത മേൽക്കോയ്മയിൽ വെച്ച് പുലർത്തുന്ന ആളുകൾ, നേതാക്കന്മാർ, ബിഷപ്പന്മാർ, മെത്രാന്മാർ, പിന്നെ അതിവിശുദ്ധന്മാരായ ആളുകൾ, അവർക്ക് മാത്രമേ അവകാശങ്ങളും അധികാരവും ഉള്ളൂ. സാധാരണ വിശ്വാസിക്കും കടമ മാത്രം. എന്നാൽ രാഷ്ട്രീയത്തിലോ മതേതര സാഹചര്യങ്ങളിലോ കടമയും അവകാശവും, ഡ്യൂട്ടി ആൻഡ് റൈറ്റ് ഗോ ടുഗെദർ. മതത്തിലോ ഡ്യൂട്ടി ആൻഡ് റൈറ്റ് ആർ സെപ്പറേറ്റ്. വിശ്വാസിക്ക് ഡ്യൂട്ടി, മേധാവികൾക്ക് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. ഇത് നാം മനഃപൂർവ്വം സ്വീകരിച്ച ഒരു വ്യവസ്ഥിതിയാണ്. ഇതിൻ്റെ കെടുതി നാം എപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ഇഷ്ടം പോലെ അനുഭവിച്ചതാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അനുഭവത്തിൽ കൂടെ പഠിച്ച യാഥാർത്ഥ്യങ്ങളാണ് ഒരു വ്യക്തി വ്യക്തമായി മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുമായി പകരാൻ അവസരമുണ്ടാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഇനിയും ആദിമസഭയും ഇപ്പോഴുള്ള സഭയും തമ്മിലുള്ള വ്യത്യാസം 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇത് വസ്തുതാപരമായ കാര്യമാണ്. ഇത് ചരിത്രത്തിൽ കാലമൊന്ന് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകേണ്ടതിന് മാത്രം 2-3 ഉദാഹരണങ്ങൾ കൂടെ സൂചിപ്പിച്ച് ഞാൻ ഈ പൊതുവായ എൻ്റെ ഈ ചിന്തകൾ, എല്ലാവരുടെയും അഭിസംബോധിച്ചുകൊണ്ടുള്ള ചിന്തകൾ ഞാൻ ഉപസംഹരിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം. ആദിമസഭ, അതായത് ഇങ്ങനെ ഒരു ലീഗലിസ്റ്റിക് ഫ്രെയിംവർക്കിൽ പെട്ടുപോകുന്നതിന് മുമ്പുണ്ടായിരുന്ന സഭ, ഇൻഫോർമൽ ഫെലോഷിപ്പ്. അത് വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നത്. അവർ പ്രാർത്ഥിച്ചും സന്തോഷിച്ചും വചനം പഠിച്ചും ആത്മീയ സത്യങ്ങൾ അറിയുന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ചും അവർക്കിങ്ങനെ 15 മിനിറ്റ് സേവനോ 13 മിനിറ്റ് സേവനോ അല്ല, ചിലപ്പോൾ രാത്രി മുഴുവനും ഇരുന്ന് വചനം കേട്ടു വന്നിരിക്കും. 5 മണിക്കൂർ കേട്ടെന്നിരിക്കും, അല്ല 2 മണിക്കൂർ കേട്ടെന്നിരിക്കും. അങ്ങനെ വചനത്തോട് ആർത്തിയുണ്ട്. അപ്പം വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ വളരെയധികം താല്പര്യപ്പെട്ടിരുന്ന് വചനത്തെ കേന്ദ്രീകരിച്ച്, യേശുവിൻ്റെ മാതൃകയെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞൊരു വിശ്വാസ സമൂഹം അതിന് ഇപ്രകാരമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റീൽ ഫ്രെയിം ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സഭയ്ക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ആത്മീയ നേതാവ്, ഡീക്കനായിക്കൊള്ളട്ടെ, പ്രീസ്റ്റ് ആയിക്കൊള്ളട്ടെ, ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോ സഭയ്ക്കും, സഭയെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ചർച്ചിനെയാണ് ഞാൻ, അതിരൂപതയല്ല പറയുന്നത്. അന്ന് അതിരൂപതയില്ല, നിങ്ങൾക്കറിയാം. അന്ന് സഭയെന്ന് പറഞ്ഞാൽ, ചർച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു ഭവനത്തിൽ കൂടുന്ന 50 പേരാണ് അല്ലെങ്കിൽ 100 പേരാണെങ്കിൽ അതൊരു സഭയാണ്. ആ സഭയ്ക്ക് അതിൻ്റെ അജപാലക ശുശ്രൂഷ അല്ലെങ്കിൽ നേതൃത്വം, ആത്മീയ നേതൃത്വം ആര് നിർവഹിക്കണമെന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. So they had complete control over their religious lives. ആദിമസഭയുടെ മനോഹാരിത എന്താണ്? അവർ യഥാർത്ഥത്തിൽ മത സ്വാതന്ത്ര്യം അനുഭവിച്ചവരാണ്, ആസ്വദിച്ചവരാണ്. അവരുടെ പുരോഹിതന്മാരും ഡീക്കന്മാരും ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വഷളനായ ഒരുത്തനെ ഇറക്കി വിടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് റൂമിൽ നിന്ന് തീരുമാനിക്കണം, അല്ലേ? വിശ്വാസിക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് ഒരു വളരെ പ്രത്യേകമായൊരു കാര്യമാണ്. അത് നമുക്ക് പരിപൂർണമായി നഷ്ടപ്പെട്ടു. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സെക്യുലർ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിൽ ഇപ്പോൾ ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. കേരള സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയോ ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷനോ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല. ഇപ്പോൾ ഞാനൊരു പേരൻ്റാണ്, ഒരു പിതാവാണ്. എൻ്റെ മകനോ മകളോ പഠിക്കുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സർക്കാരിനോട് പറയുകയാണ്, കേരളത്തിലെ വിദ്യാഭ്യാസം മെച്ചപ്പെടേണ്ടതിന് ഇന്ന ആളിനെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കണം, എഡ്യൂക്കേഷൻ സെക്രട്ടറി ആക്കണം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആക്കണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. അത് തീരുമാനിക്കുന്നത് മറ്റെവിടെയാണ്. അത് തന്നെയാണ് മതത്തിൽ നടക്കുന്നത്. നിങ്ങളുടെ വഴി നടത്തുന്ന പുരോഹിതനോ
നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന മെത്രാനോ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കാർക്കും ഒരു കൈയും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ മേൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു അവകാശവും യാതൊരു അധികാരവുമില്ല. നിങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നത് നിങ്ങൾ സഹിച്ചോണം. പണ്ട് ജോസഫീൻ പറഞ്ഞ പോലെ എന്നാ സഹിച്ചു എന്നല്ലാതെ ഇതിനകത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല, ഉണ്ടാവില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഇത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. സംഘടിതമായ മതം സ്വാതന്ത്ര്യത്തിൻ്റെ ഇരിപ്പിടമല്ല. അത് വളരെ മഹത്വീകരിക്കപ്പെട്ട ഗ്ലോറിഫൈഡ് സ്ലേവറി എന്നാണ് ഞാനിതിന് പറയുന്നത്. നിങ്ങളുടെ ആത്മീകമായ ക്ഷേമത്തെ കാര്യമായി ബാധിക്കുന്ന ഘടകങ്ങളെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്കൊരിക്കലും സ്വാതന്ത്ര്യമുണ്ടാവില്ല. അത് മറ്റാരെങ്കിലും തീരുമാനിക്കും. ഇപ്പോൾ തന്നെ ഒരു കത്തോലിക്ക ബിഷപ്പിനെ ആരാണ് നിയമിക്കുന്നത്? നിങ്ങളാണ് നിയമിക്കുന്നത്. കേരളത്തിലെ വിശ്വാസിയാണ്, അല്ല ദൂരെ നിന്ന് വത്തിക്കാനാണ് പറയുന്നത് ഇന്നയാൾ തീർന്നു. അത് നിങ്ങൾ സഹിച്ചോണം. പിന്നെ അദ്ദേഹത്തെ വഹിക്കാൻ വയ്യാതാകുമ്പോൾ നമുക്ക് വേണേൽ വത്തിക്കാനോട് കരയാം, അയ്യോ രക്ഷിക്കണം, ഇയാളെന്നെ കടിക്കുന്നു എന്ന് പറഞ്ഞൊരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ വത്തിക്കാൻ കണ്ണ് തുറന്നെങ്കിലായി, ഇല്ലെങ്കിൽ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് ആരും പുറത്ത് പറയുന്നില്ല എന്നതല്ലാതെ, പക്ഷേ ഇതെല്ലാവർക്കും ഇപ്പോൾ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ള സുതാര്യമായ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് അത് നാം അംഗീകരിക്കുന്നതാണ് ഭംഗി. അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒക്കുമെങ്കിൽ ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആദ്യ സഭയ്ക്കുണ്ടായിരുന്ന മതപരമായ സ്വാതന്ത്ര്യം നമുക്ക് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമ്മുടെ അച്ഛനാരാണെന്നോ ഡീക്കനാരാണെന്നോ മെത്രാനാരാണെന്നോ മേജർ ആർച്ച് ബിഷപ്പാണെന്നോ തീരുമാനിക്കാനൊന്നും നമുക്ക് അതിനും നമുക്കൊരു കയ്യുമില്ല. അതാണ് സിനഡ്. അങ്ങനെയുള്ള ആളുകളാണ് സിനഡിൻ്റെ അംഗങ്ങൾ. അവരാണ് തീരുമാനിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞോണോ വടക്കോട്ട് തിരിഞ്ഞോണോ. ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യമുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നതിനർത്ഥമുള്ളൂ. എല്ലാ സഭയുടെ അവസ്ഥയും തന്നെയാണ്. ഇനിയും രണ്ടാമതൊരു കാര്യം നമുക്ക് പരിഗണിക്കാം. പല സഭകളും കുമ്പസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. കുമ്പസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സഭയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. ചില സഭയിൽ കുമ്പസാരിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാൻ കുമ്പസാരം. ആദിമസഭയിൽ കുമ്പസാരം ഉണ്ടായിരുന്നു. അത് വേദപുസ്തകം പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുകയും. അപ്പോൾ എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ ആദിമസഭയിലെ അംഗമാണെങ്കിൽ ആരോടാണ് പറയുന്നത്? ദീർഘകാലം എനിക്ക് പരിചയമുള്ള, എൻ്റെ വിശ്വാസത്തെ ആർജിച്ച, എന്നെ വഞ്ചിക്കുകയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ പട്ടണത്തിൽ പാട്ടാകുകയില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ള, കണ്ണുമടച്ച് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ അവനും അവൻ്റെ കാര്യങ്ങൾ അവനോളം ആയിക്കൊള്ളട്ടെ എന്നോട് പറയുന്നു. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ മാപ്പ് അപേക്ഷിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആശ്വാസം പ്രാപിക്കുന്നു. ദൈവം നമ്മുടെ പാപത്തെ അല്ലെങ്കിൽ പിഴകളെ ക്ഷമിച്ചു എന്ന് നമുക്കുള്ളിൽ ഒരു ബോധ്യമുണ്ടാകുന്നു. സന്തോഷം. എന്നാൽ ഇപ്പോൾ കുമ്പസാരം എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സ്ത്രീ ഒരു പുരോഹിതൻ്റെ മുമ്പിലിരുന്ന് അവളുടെ ഭർത്താവിനോട് പോലും പറയുവാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ പറയണമെന്നാണ് പറയുന്നത്. ആരാണ് ഈ പുരോഹിതൻ? അവൾക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ഒരു പുരോഹിതൻ 3 വർഷമേ ഒരു സഭയിൽ ഇരിക്കുന്നുള്ളൂ. ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇദ്ദേഹം വന്ന ഉടനെ പിറ്റേ ദിവസം തൊട്ട് ഈ കുമ്പസാരമാണ്. തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയുടെ മുൻപിൽ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റുപറയണമെന്നാണ് പറയുന്നത്. അവൾ പറയുന്ന കാര്യങ്ങൾ ഇവൻ ദുരുപയോഗപ്പെടുത്തുകയല്ല എന്നതിന് എന്താണ് ഒരു അടിസ്ഥാനം? അവളുടെ ഈ കോൺഫിഡൻസിനെ മാനിക്കാൻ ഇവന് മെച്യൂരിറ്റി ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? ഇവൻ്റെ ആധ്യാത്മികമായ നിലപാടെന്താണെന്ന് ഈ സ്ത്രീ എങ്ങനെയാണ് അറിയുന്നത്? ഏത് ആധാരത്തിലാണ് ഈ അപകടകരമായ അവസ്ഥയിലേക്ക് അവളായി പോകേണ്ടത്? അപ്പോൾ ആദ്യ സഭയിൽ നിലനിന്നിരുന്ന ഒരു സംവിധാനത്തിൽ ഈ കുമ്പസാരത്തിന് ഒരർത്ഥമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
അപകടകരമായി മാറിയിരിക്കുകയാണ്. കാരണം അന്നുണ്ടായിരുന്ന അടിത്തറ പരിപൂർണമായി മാറിപ്പോയി. അടിത്തറയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഈ ഒരു ആചാരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതുപോലെ നിൽക്കുകയാണ്. അടിത്തറ പൊളിഞ്ഞു പോയി. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. ഇത് അപകടമാണ്. ഇപ്പം എനിക്ക് യാതൊരു പരിചയമില്ലാത്ത തികച്ചും അന്യനായ ഒരു പുരോഹിതൻ സഭയുടെ ലൈസൻസും കൊണ്ട് അവിടെ വന്നിരിക്കുന്നു, ശരിയാണ്. പക്ഷേ അവൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ എങ്ങനെയാണ് അവൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ കാര്യങ്ങൾ വളരെ വളരെ രഹസ്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാനിങ്ങനെ വിളമ്പിക്കൊടുക്കുന്നത്? അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ സഭയ്ക്ക് എന്താണ് ന്യായമുള്ളത്? എന്താണ് ആൾ ചിന്തിക്കാത്തത്? എത്രയോ പേരുടെ ജീവിതം താറുമാറായിപ്പോയി. സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിവിടെ. അക്രമവും വഞ്ചനയും നടന്നു, ഘോരമായ വിധത്തിൽ ദുരുപയോഗപ്പെട്ടു. എന്നിട്ടും ആർക്കും ചിന്തിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഇത് ഭ്രാന്തല്ലയോ? പറഞ്ഞു വന്നത്, ഈ കുമ്പസാരമെന്ന് പറയുന്ന ഈ ഒരു അനുഭവം അത് നല്ല സാധ്യതകളുണ്ടല്ലെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ അത് ഒരു ആത്മീയമായ ആശ്വാസമായോ അനുഗ്രഹമായോ നിലനിൽക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാകണം. അത് ആദിമസഭയിലുണ്ടായിരുന്നു. ഒരുത്തൻ കുമ്പസാരിച്ചു കൊണ്ടിരുന്നത് അവൻ ദീർഘകാലം പരിചയമുള്ള അനുഭവത്തിൽ കൂടെ വിശ്വാസയോഗ്യനാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരുത്തൻ്റെയോടുകൂടെയാണ്. അതുകൊണ്ട് അപകടമുണ്ടാകുകയില്ല. അവനെപ്പറ്റി ദൈവത്തോട് ഉത്തരവാദിത്വം പാലിക്കുന്ന എന്നും ഒരുമിച്ച് വസിക്കേണ്ട ആളുകൾ. അതിന് പകരം ഇപ്പോഴുള്ള സംവിധാനം എന്താണ്? നിങ്ങൾ ചിന്തിക്കണം. ഈ വന്ന മാറ്റങ്ങളെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുകയാണ്. യേശു വിഭാവന ചെയ്ത ആ ഒരു ആത്മീയ ദർശനത്തിൽ നിന്ന് അടിക്കടി നാം അവനിൽ നിന്ന് മാറി ദൂരദേശത്തേക്ക് മുടിനാപുത്രനെ പോലെ അങ്ങ് ദൂരദേശത്തോട്ട് സഞ്ചരിക്കുമ്പോഴുണ്ടായിരുന്ന നാഴികക്കല്ലുകളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്ന കാര്യം വലിയ അപകടമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് ഉപസംഹരിച്ചുകൊള്ളാം. നമ്മൾ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? പലവിധമായ ടാക്സ്, കൂടുതലൊന്നുമില്ല, ഇൻകം ടാക്സ് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഓരോ കാര്യം വാങ്ങിക്കുമ്പോൾ ഈ സെയിൽസ് ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യം. എന്നാൽ സഭയും അതുപോലെ ടാക്സ് ചുമത്തുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് പോലെയാണ്. ഇപ്പോൾ ജർമ്മൻ ചിന്തകനായിരുന്ന ഹെയ്ഗൽ പറയുന്നത് 2 സ്റ്റേറ്റുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഉണ്ട്, സ്പിരിച്വൽ സ്റ്റേറ്റ്. സഭയൊരു സ്പിരിച്വൽ സ്റ്റേറ്റായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അത് വളരെ സ്വീകാര്യമായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ചർച്ച്, ദർ ഇസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ആൻഡ് ദർ ഇസ് എ സ്പിരിച്വൽ സ്റ്റേറ്റ്. സഭ ഒരു സ്പിരിച്വൽ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് നമ്മുടെ ഇന്ന് ടാക്സ് പിരിക്കുന്നു, അതുപോലെ ഈ സ്പിരിച്വൽ സ്റ്റേറ്റും ടാക്സ് പിരിക്കുന്നു. അതിന് പക്ഷേ മറ്റ് പേരുകളാണ് കൊടുക്കുന്നത്. ഓഫർട്രി തൊട്ട് സബ്സ്ക്രിപ്ഷൻ മാസവരി തൊട്ട് പിന്നെ ഓരോരോ അവസരങ്ങളിൽ ബർത്ത്ഡേ ഓഫറിങ്, വെഡിങ് ആനിവേഴ്സറി ഓഫറിങ്, സെൽഫ് ഡിനയൽ, കവർ, സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ, പിന്നെ സ്ത്രീയുടെ പ്രസവ സ്തോത്രം, ഇങ്ങനെ പോകുന്നു. പിരിവ്. ഇത് നാം മനസ്സിലാക്കുക. ഇതൊന്നും ആദ്യസഭയിലില്ലായിരുന്നേ. ഇതാ നമ്മളോടാരും പറഞ്ഞു തരുന്നില്ല. ആദിമസഭയിൽ ടൈത്ത് പോലും ഇല്ലായിരുന്നുവെന്ന്, അതായത് ദശാംശം കൊടുക്കുന്ന പരിപാടി പോലും ഇല്ലായിരുന്നെന്ന് ഞാൻ മറ്റൊരു സഭയിൽ ചരിത്രത്തിൻ്റെ വസ്തുതാപരമായ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ടാക്സ് ഒരു ഫൈനാൻഷ്യൽ ഓബ്ലിഗേഷൻ നമുക്കുണ്ട്. നിങ്ങൾ ഒരു സഭയിലും ഈ ധനപരമായ ഓബ്ലിഗേഷൻസ് നാം മീറ്റ് ചെയ്യാതെ ഒരു സഭയുടെ അംഗത്വം പാലിക്കാൻ സാധ്യമല്ല. നിങ്ങൾ കുടിശ്ശികയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക്കളെ മാമോദീസ മുക്കാനാട്ടം കുട്ടികളുടെ അച്ഛൻ പറയും, തോമാച്ചോ കുടിശ്ശിക തീർത്തിട്ട് വാ, അപ്പോൾ പരിഗണിക്കാമെന്ന് പറയും. അല്ലാതെ ഒന്നും നടക്കില്ല. അപ്പനെ കുഴിച്ചിടണമോ, കറിയാച്ചോ കുടിശ്ശിക തീർത്തിട്ട് വരാൻ പറയും. സ്റ്റേറ്റും അങ്ങനെയാണ്. ഇത് രണ്ടും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ പല കാര്യങ്ങൾ എനിക്ക് പറയാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ബാപ്റ്റിസം പോലും ഒരു കോൺട്രാക്ച്വൽ പ്രോസസ്സാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു. അതൊക്കെ ഇതിനോട് പ്രസക്തമുള്ളതാണ്. നിങ്ങളെല്ലാം കൂട്ടി വായിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് ചിന്തിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് വിടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ
സാധൂകരിക്കുന്നതിനോട് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഒറ്റ ആശയം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു. അതായത് യേശു ലോകത്തിന് നൽകിയ ആത്മീയമായ ദർശനം, അതിൻ്റെ ലക്ഷ്യം സമർത്ഥമായ ജീവൻ. എന്നാൽ അതിനെ ആധാരമാക്കി നിർമ്മിച്ചു എന്ന് നടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നാം ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ഈ സഭാ സംവിധാനങ്ങൾ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. അത് സ്പിരിച്വലാണെങ്കിൽ ഇത് ലീഗലിസ്റ്റിക്കാണ്, യാതൊരു സംശയവും വേണ്ട. ദർ ഇസ് എ ടെൻഷൻ ബിറ്റ്വീൻ ദ സ്പിരിറ്റ് ആൻഡ് ദ ലോ. പക്ഷേ കത്തോലിക്ക തിയോളജി പറയുന്നത് ലോ ഈസ് ഓൾസോ സ്പിരിച്വൽ എന്നാണ്. പറയേണ്ട ആവശ്യം, എൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ ഇതുവരെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ലോ ക്യാൻ നെവർ ബി സ്പിരിച്വൽ. നിയമത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു നിയമത്തിന് നിങ്ങളെ സമർത്ഥമായ ജീവനിലേക്ക് നടത്തുവാൻ കഴിയുകയില്ല. നിയമം ഒട്ടുമുക്കാലും ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുക, നിങ്ങളുടെ ചിന്താഗതിയെ പരിമിതപ്പെടുത്തുക, നിങ്ങളെ അനുസരിക്കാൻ പഠിപ്പിക്കുക, അന്വേഷിക്കുവാൻ പഠിപ്പിക്കുകയില്ല. യേശു പറയുന്നതോ നിങ്ങൾ അന്വേഷിപ്പീൻ. അപ്പോൾ അതും നിയമത്തിൻ്റെ ഈ ഒരു ആധിപത്യവും മേൽക്കോയ്മയും ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നാം അത് സ്വീകരിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, കത്തോലിക്കനായിക്കൊള്ളട്ടെ, യാക്കോബ് ആയിക്കോട്ടെ, മാർത്തോമ ആയിക്കൊള്ളട്ടെ, CS ആയിക്കൊള്ളട്ടെ, മറുഭാഷ വെല്ല് പറയുന്ന പെന്തക്കോസ്ത് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആത്മാഭിമാനമുള്ള, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അല്പമെങ്കിലും താല്പര്യമുള്ള ഒരു വിശ്വാസിയായി, സഭയുടെ അംഗമായതുകൊണ്ട് വിശ്വാസിയാണെന്ന് പറയരുത്, ഒരു വിശ്വാസിയായി, അതായത് വിശ്വാസി എന്ന് പറഞ്ഞാൽ യേശുവിനോടുള്ള ബന്ധത്തിൽ, യേശുവിൻ്റെ മാർഗദർശത്തെ മാതൃകയെ, പഠിപ്പീരുകളെ ആശ്രയിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അങ്ങനെ ഒരാളിനെയാണ് നാം വിശ്വാസി എന്ന് മനസ്സിലാക്കുക. ആ ഒരു തട്ടത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ നമുക്ക് യാതൊരു സാധ്യതയുമില്ല. നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ കിടന്ന് ചവിട്ട് കൊള്ളുമ്പോൾ ഞരങ്ങുക, ദൂരെ നിന്ന് അടി വരുമ്പോൾ അയ്യോ ഞങ്ങളോട് അത് ചെയ്ത് ഞങ്ങൾ വിമതരാണേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ 10 ജനറേഷൻസ് ഇങ്ങനെ കിടന്ന് പമ്പരം പോലെ ഇറങ്ങിയാലും നിങ്ങളൊന്നും പ്രാപിക്കാൻ പോകുന്നില്ല. യേശു പറഞ്ഞതാണ് ആത്യന്തികമായ സത്യം. എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്നാൽ സത്യം പറയുന്നതിനെ ക്രൂശിക്കുന്നൊരു സ്വഭാവം എല്ലാ സംഘടിത മതത്തിലുമുണ്ട്. അതാണ് യേശുവിൻ്റെ ക്രൂശീകരണം നമ്മെ വിളിച്ചറിയിക്കുന്ന പരമപ്രധാനമായ ചരിത്ര സത്യം. പക്ഷേ നാം ക്രൂശിനെ ധ്യാനിക്കുമെങ്കിലും ക്രൂശിൻ്റെ അർത്ഥം ഒന്നിൽ മനസ്സിലാക്കാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നവർ, ആ ഒരു സ്ഥിതിയിൽ നാം കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് സത്യത്തെ മായം ചേർക്കാതെ നിരുപാധികമായി സ്വീകരിക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ നാം മതപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിക്കോദിമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണിക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് അവൻ നിശബ്ദനായി അവിടെ നിന്ന് കടന്നുപോയി. അവനോട് യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചില്ല. പിന്നെ യേശുവിനെ അടക്കാനായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ജനിച്ചില്ല, പക്ഷേ അടക്കാനായിട്ട് വന്നു. ഇത്രയും ഒരു സാധ്യതയില്ലാത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരിച്ചവർ അവരുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അതിൻ്റെ അർത്ഥമൊന്ന് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ നിങ്ങൾ അന്താളിച്ചു പോകും. തൽക്കാലം അത് വേണ്ട.